ഷൈൻ ഇന്ന് പോലീസിന് മുൻപിൽ ഹാജരാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ലഹരി പരിശോധനയ്ക്കിടെ റൂമിൽ നിന്ന് സാഹസപ്പെട്ട് ഹോട്ടലിലൂടെ ജനാല വഴി പുറത്തേക്ക് ചാടി ഇറങ്ങി ഓടിയതിന്റെ കാരണം എക്സൈസിനും പോലീസിനും അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് പോലീസ് ഷൈനെ ചോദ്യം ചെയ്യുക. ഇന്നലെ നോട്ടീസ് നൽകിയിരുന്നു. ഇന്ന് 3 മണിയോടെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ഇന്നത്തെ സംഭവങ്ങൾ എങ്ങനെയാണെന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഈ ഷൈൻ്റെ ഓട്ടം എവിടം വരെയാണ് എന്നിങ്ങനെ നമ്മൾ നോക്കിയിരിക്കുകയായിരുന്നു. ഒടുവിൽ ഇതാ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷന്റെ പടിക്കിലേക്കാണ് ആ ഓട്ടം. ഇറങ്ങിയോടി ഇന്ന് 3-ാം ദിവസം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയാണ്. നമുക്കറിയേണ്ടത് ഈ ലഹരി പരിശോധനയ്ക്കിടെ എന്തുകൊണ്ടാണ് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് സാഹസപ്പെട്ട് ഇറങ്ങി ഓടിയതെന്നാണ്. പോലീസും എക്സൈസും ആ ചോദ്യങ്ങളുമായിട്ടായിരിക്കുമല്ലോ ഇന്ന് ഷൈൻ്റെ മുൻപിലേക്ക്, അല്ലെങ്കിൽ ഷൈൻ അവരുടെ മുൻപിലേക്ക് എത്തുമ്പോൾ ചോദിക്കുന്നത്. അതെ മനു, ഈ ഷൈൻ ടോം ചാക്കോയുടെ ഓട്ടം വെറുതെ അല്ല എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ സംശയം. അതുകൊണ്ട് എന്തിനു വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി ഓടി എന്ന കാര്യം വിശദീകരിക്കാൻ ഷൈനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് പോലീസ്. അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ 10 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്നാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് അയച്ചിരിക്കുന്ന നോട്ടീസിലെ നിർദ്ദേശം. നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നോർത്ത് SIക്ക് മുമ്പാകെ 10 മണിയോടെ ഹാജരാകണം എന്നതായിരുന്നു നോട്ടീസിലെ നിർദ്ദേശം. ഈ നോട്ടീസും കൊണ്ട് ഇന്നലെ വൈകുന്നേരത്തോടെ നോർത്ത് പോലീസിലെ 2 ഉദ്യോഗസ്ഥർ ഷൈൻ ടോം ചാക്കോയുടെ തൃശ്ശൂരിൽ വീട്ടിലെത്തി നേരിട്ട് നൽകുകയുണ്ടായി. ഷൈൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഷൈൻ്റെ പിതാവാണ് ആ നോട്ടീസ് കൈപ്പറ്റിയത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഷൈൻ അന്വേഷണവുമായി സഹകരിക്കും, പോലീസിന് മുമ്പാകെ ഹാജരാകും എന്ന് തന്നെയാണ്. പക്ഷേ രാവിലെ 10 മണിക്ക് എന്നുള്ളത് അസൗകര്യമുണ്ട്. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഷൈൻ പോലീസ് സ്റ്റേഷനിൽ എത്തും എന്നാണ് ഉദ്യോഗസ്ഥരെയും അറിയിച്ചത്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഷൈൻ്റെ പിതാവ് ചാക്കോ അറിയിച്ചത് അങ്ങനെയാണ്. 3 മണിയോടെ ഷൈൻ അവിടെ എത്തും എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ ഷൈൻ എവിടെയാണ് എന്നുള്ള ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചില്ല. കാരണം അദ്ദേഹവുമായി ബന്ധപ്പെടുന്നവരും ഷൈൻ എവിടെയാണ് എന്നുള്ള കാര്യം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഷൈനോട് നേരിട്ട് സംസാരിച്ചോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഷൈൻ എവിടെയാണ് എന്നുള്ള കാര്യം വീട്ടുകാരോട് പോലും വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് പിതാവും പറഞ്ഞത്. പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് ഷൈൻ തമിഴ്നാട്ടിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ടൊരു പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ എത്താനുള്ളൊരു സമയം അതുകൂടി കണക്കിലെടുത്തായിരിക്കാം 3 മണി എന്നുള്ള സമയത്തിലേക്ക് ഷൈൻ ആവശ്യപ്പെട്ടുള്ളത്. വീട്ടുകാർ വഴി പോലീസിനോട് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പോലീസ് എന്തായാലും ഷൈൻ ഹാജരാകട്ടെ എന്ന നിലപാടാണ് പോലീസും സ്വീകരിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് അതല്ലെങ്കിൽ 3 മണിക്ക് എപ്പോഴായാലും ഷൈൻ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് തന്നെ എത്തുക എന്നുള്ളതാണ് പോലീസിൻ്റെ നിലപാട്. അങ്ങനെ വരുമ്പോൾ ഷൈൻ 3 മണിയോടെ എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഷൈനെ കാത്തിരിക്കുന്നത് നിരവധി ചോദ്യങ്ങളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എന്തിനാ സമയത്ത് ഈ ഡാൻസ് ഓഫ് സംഘം ഈ ഹോട്ടലിൽ പരിശോധനയ്ക്ക് എത്തുന്നു എന്ന വിവരം പറഞ്ഞ് അവർ എത്തുന്നതിന് മുൻപേ ഷൈൻ താമസിച്ചിരുന്ന മുറിയിലെ ജനാല വഴി താഴേക്ക് ചാടിയിറങ്ങി സ്റ്റെയർകേഴ്സ് വഴി ഊർന്നിറങ്ങി ഓടിപ്പോയ സാഹചര്യം എന്താണ് എന്നത് സംബന്ധിച്ച് തന്നെയാണ് ഷൈൻ പോലീസിനോട് ചോദ്യം ചെയ്യുന്നതിന് മുൻപ് ഇപ്പോൾ ഉമേഷ് പറഞ്ഞതുപോലെ ഈ ഡാൻസ് ഓഫ് സംഘം എത്തുന്നതിന് മുൻപ് ആ വിവരം പറഞ്ഞ് ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയുണ്ടായി. എങ്ങനെ ആ വിവരം, ഈ സംഘം എത്തുന്ന വിവരം ഷൈൻ അറിഞ്ഞു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അത് എവിടെ നിന്ന് ചോർന്നു എന്നതറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ ഷൈൻ്റെ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, എൻ്റെ മകനെ അനാവശ്യമായി വേട്ടയാടുകയാണെന്ന്. ഇവിടെ ആരെങ്കിലും വേട്ടയാടിയതാണോ? വേട്ടയാടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഷൈൻ ടോം ചാക്കോ തന്നെയല്ലേ? ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ ജനാല വഴി 3-ാം നിലയിൽ നിന്നൊക്കെ ചാടി ഓടേണ്ട കാര്യമുണ്ടോ? അപ്പോൾ വേട്ടയാടുകയാണ് എന്ന വാദത്തിന് ഈ ഘട്ടത്തിൽ പ്രസക്തി ഉള്ളതാണോ? അതാണ് സംശയാസ്പദമാണ് ഷൈൻ്റെ ഓരോ നീക്കങ്ങളും. ഇന്നലെ ആ സമയത്ത്, അതായത് രാത്രി 10:45 ഈ സംഘം, ഡാൻസ് ഓഫ് സംഘം അവിടെ എത്തുന്നത്. യഥാർത്ഥത്തിൽ ഷൈനെ അന്വേഷിച്ചായിരുന്നില്ല അവർ അവിടെ എത്തിയത്. അത് ഈ ഡാൻസ് ഓഫ് സംഘത്തിന് നേതൃത്വം നൽകുന്ന നാർക്കോട്ടിക് സെൽ ACP തന്നെ അക്കാര്യം ഇന്നലെ നമ്മളോടടക്കം പറഞ്ഞതാണ്. ഒരു ലഹരി ഇടപാടുകാരൻ ഈ നോർത്തിലെ ആ ഹോട്ടലിൽ പരിശോധന നടത്തുന്നു, അവിടെ ഉണ്ട്, അത്തരം ഇടപാടുകൾ, ലഹരി ഉപയോഗം നടക്കുന്നു എന്ന വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അവിടേക്ക് ചെല്ലുന്നത്. യഥാർത്ഥത്തിൽ ആ ലഹരി ഇടപാടുകാരനെ പൊക്കുക എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ ഉദ്ദേശം. അതിനായി അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും ഷൈൻ അവിടെ നിന്ന് കടന്നു കളയുകയാണ്. അപ്പോഴും ഷൈൻ ഓടിയ വിവരം ആ ഘട്ടത്തിൽ പോലീസിന് മനസ്സിലാക്കിയിട്ടില്ല. അവിടെ ചെന്ന രജിസ്റ്റർ പരിശോധിക്കുമ്പോഴാണ്
ഈ 314 നമ്പർ മുറിയിൽ ഷൈൻ ടോം ചാക്കോയാണ് താമസിച്ചിരുന്നത് എന്ന വിവരം അറിയുന്നത്. ഷൈൻ്റെ മുറി പരിശോധിക്കാനായി പോകുമ്പോഴേക്കാണ് അവിടെ നിന്ന് ഇങ്ങനെ ഷൈൻ ഇറങ്ങി ഓടിയ വിവരം പോലീസ് അറിയുന്നത്. പിന്നീട് CCTV പരിശോധിച്ചപ്പോൾ അയാൾ 3-ാം നിലയിൽ നിന്ന് ചാടി ഇറങ്ങി ഓടുന്നതൊക്കെ പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതാണ് പോലീസിൻ്റെ സംശയം വർദ്ധിപ്പിച്ചത്. ഈ ലഹരി ഇടപാടുകാരനെ തേടി വരുന്ന അതേ ഹോട്ടലിൽ ഷൈൻ ടോം ചാക്കോ ഉണ്ടാവുകയും ഈ വിവരം അറിഞ്ഞ് ഷൈൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായി പോലീസ് കാണുന്നതും അങ്ങനെയാണ്. എന്തിനാണ് അവിടെ നിന്ന് ആ സമയത്ത് ഓടിയത്? മറ്റൊന്നും മറക്കാനില്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കാമായിരുന്നു. പോലീസിന് ഇനി നേരിട്ട് കാണണമെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കാമായിരുന്നു. അപ്പോൾ എന്തോ ഒളിപ്പിക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. മറ്റൊരു കാര്യം മനു, ഇവിടെ നിന്ന് ഷൈൻ ഇറങ്ങി ഓടിയ ശേഷം ഒരു ബൈക്കിൽ കയറിയാണ് എറണാകുളത്ത് തന്നെയുള്ള മറ്റൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ഷൈൻ എത്തുന്നത്. അത് ബോൾഗാട്ടിയിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ഷൈൻ എത്തുകയാണ്. അവിടെ നേരത്തെ മുൻകൂട്ടി റൂം ബുക്ക് ചെയ്തു, ഓൺലൈൻ വഴി ബുക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ എത്തുന്നത് അർദ്ധരാത്രിയിലാണ്. ആ ഹോട്ടലിലും ഏതാണ്ട് 2-3 മണിക്കൂർ മാത്രമേ ഷൈൻ ചെലവഴിച്ചിട്ടുള്ളൂ. അവിടെ നിന്ന് പുലർച്ചെ 3 മണിയോടെയാണ് അതായത് വേദാന്ത ഹോട്ടലിൽ നിന്ന് ബൈക്കിൽ കയറി രക്ഷപ്പെട്ട ഷൈൻ എത്തുന്നത് ബോൾഗാട്ടിയിലെ മറ്റൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്കാണ്. അവിടെയും ഷൈൻ്റെ പേരിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരേ സമയം 2 ഹോട്ടലിൽ ഇയാൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നോ? അതെ, അതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയാണ്. കാരണം ഈ ഷൈൻ ഓടിയ ശേഷം എവിടേക്കാണ് പോയത് എന്ന് സംബന്ധിച്ചൊരു പരിശോധന പോലീസ് നടത്തിയിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ്. കാരണം നഗരത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഇഷ്ടംപോലെ CCTVകൾ പലയിടത്തായി നഗരത്തിലുണ്ട്. അത് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയപ്പോൾ ഈ ബൈക്കിൽ കയറി പോകുന്നത് പോലീസ് നിരീക്ഷിച്ചു. ആ ബൈക്ക് എവിടേക്കാണ് പോയത് എന്ന് പരിശോധിച്ചു. അപ്പോഴത് ബോൾഗാട്ടിയിലെ മറ്റൊരു ഹോട്ടലിൽ ആ ബൈക്ക് വന്ന് നിൽക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങി നടന്നാണ് ഷൈൻ ആ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് പോകുന്നത്. അവിടെ പോയ ശേഷം തിരിച്ചു പോകിയ സമയവും പോലീസ് നോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ നിന്ന് ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്ത ഷൈൻ തിരിച്ച് നടന്നിറങ്ങി വന്ന് ഈ ഹോട്ടലിൻ്റെ ഗേറ്റിന് പുറത്തിറങ്ങി ആ ടാക്സിയിൽ കയറി പോവുകയാണ്. ഈ അവിടേക്ക് ആ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ഷൈൻ വന്നതും പോയതും എടുത്ത സമയം പരിശോധിക്കുമ്പോൾ 2-3 മണിക്കൂർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ വേദാന്തയിൽ നിന്ന് ഇറങ്ങി ഓടി മറ്റൊരു ഹോട്ടലിലേക്ക് എത്തി അവിടെയും 2 മണിക്കൂർ ചെലവഴിച്ച ശേഷമാണ് ഷൈൻ പോകുന്നത്. അപ്പോൾ ഈ 2 സ്ഥലത്തു നിന്നും ഇത്ര വേഗം ആരെ പേടിച്ചാണ് ഇങ്ങനെ ഓടി രക്ഷപ്പെടുന്നത് എന്നുള്ളതാണ് പോലീസിൻ്റെ സംശയം വർദ്ധിപ്പിക്കാനിടയായത്. അപ്പോൾ 2 കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഷൈനെ ചോദ്യം ചെയ്തേ മതിയാകൂ എന്ന നിലപാടിലേക്ക് പോലീസ് എത്താൻ കാരണവും അതുതന്നെയാണ്. ഈ 2ാമത്തെ ഹോട്ടലിൽ നിന്നും ഷൈൻ പോയത് എങ്ങോട്ട് എന്ന് പോലീസ് പരിശോധിച്ചപ്പോഴാണ് ഷൈൻ കേരളം വിട്ടു, തമിഴ്നാട്ടിൽ എവിടെയോ ആണ് എന്നുള്ള കാര്യം പോലീസ് തിരിച്ചറിയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്യാൻ എത്തുക എന്നുള്ളതാണ് പോലീസ് ഷൈനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ കേസൊന്നും ഷൈനെതിരെ ഇല്ല, പരാതികളുമില്ല. അതുകൊണ്ട് അതാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ വരികയായിരുന്നു. ഇവിടെ കറണ്ട് സിനാറിയോ എന്ന് പറയുന്നത് ഉമേഷ്, ഷൈനെതിരെ പരാതികളില്ല, അതുകൊണ്ട് തന്നെ കേസെടുക്കാൻ കഴിയില്ല. പരിശോധനയിൽ ഇയാൾ താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് ലഹരി വസ്തുക്കളൊന്നും കണ്ടെടുക്കാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ കേസെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലെ എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ നിലവിലുള്ള വിവരങ്ങൾ വച്ച് ഷൈനെതിരെ അന്വേഷണം നടത്താൻ കഴിയും. ആ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക്, ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, എന്തിനാണ് ഇറങ്ങി ഓടിയത്, ഒരേ സമയം എന്തിനാണ് 2 ഹോട്ടലിൽ റൂം എടുത്തത്, എന്തായിരുന്നു തമിഴ്നാട്ടിലേക്ക് ഒളിച്ചു പോകാനുള്ള സാഹചര്യം, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുമ്പോൾ നിർണായകമായ ലീഡുകളിലേക്ക് എത്തിയാൽ ഒരുപക്ഷെ കേസും മറ്റു നടപടികളും ഉണ്ടാകാനുള്ള സാധ്യതയല്ലേ ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടത്? അതെ മനു, ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരം ഷൈനുണ്ടാകണം. അതല്ല വ്യക്തതയില്ലാത്ത പോലീസിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഉത്തരങ്ങളാണ് ഷൈൻ നൽകുന്നതെങ്കിൽ തുടർ നടപടിയിലേക്ക് പോകാൻ പോലീസും നിർബന്ധിതരാകും എന്നുള്ളത് തന്നെയാണ് സാഹചര്യം. ഈ 2 ഹോട്ടലിലും മാറി മാറി താമസിച്ച് അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് രാത്രി ഷൈൻ പോവുകയാണ്. ഒരുപക്ഷെ കേസോ പരാതിയോ ഇല്ലാത്തതിനാൽ ഷൈനെ പിന്തുടർന്ന് പിടികൂടുക ആ ഒരു തീരുമാനം പോലീസ് എടുത്തില്ല. പക്ഷേ സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഒട്ടേറെയാണ്. അതുകൊണ്ട് അതിന് ഉത്തരം നൽകുക എന്നുള്ളത് ഷൈൻ്റെയും ബാധ്യതയാണ്. ഈ സാഹചര്യത്തിലാണ് ഷൈനെ അധികം വൈകാതെ ഇന്ന് തന്നെ ഹാജരാകാൻ നിർദ്ദേശിച്ച് ഇന്നലെ നോട്ടീസ് നൽകാൻ പോലീസ് തീരുമാനിച്ച കാരണവും അതുതന്നെയാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ 10 മണിക്ക് തന്നെ ഹാജരാകണം എന്നാണ് ഈ നോട്ടീസിലെ നിർദ്ദേശം. പക്ഷേ ഷൈൻ്റെ കുടുംബം
പോലീസിനെ അറിയിച്ചത്, ആ നോട്ടീസ് കൈപ്പറ്റിയ ഷൈൻ്റെ പിതാവ് പോലീസിനോട് പറഞ്ഞത് 3 മണിക്ക് ഹാജരാകും എന്നുള്ളതാണ്. ഒരു പക്ഷേ അതിലൊരു വിട്ടുവീഴ്ച പോലീസ് ചെയ്തേക്കാം. കാരണം ഷൈൻ എപ്പോഴായാലും ഇന്ന് തന്നെ ഹാജരാവുക എന്നുള്ള നിലയിലേക്ക് പോലീസിൻ്റെ തീരുമാനം മാറിയേക്കാം. നോട്ടീസിലെ നിർദ്ദേശം അങ്ങനെയാണെങ്കിലും 3 മണിക്കെങ്കിൽ 3 മണിക്ക് ഷൈൻ വരിക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ചോദ്യങ്ങളെല്ലാം ഷൈൻ നേരിടേണ്ടി വരും. ഈ ഷൈനെ ചോദ്യം ചെയ്യുന്നതിന് മുൻപായി ഒട്ടേറെ മുന്നൊരുക്കങ്ങൾ പോലീസ് നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ 2 ഹോട്ടലിൽ മാറി മാറി താമസിച്ചിട്ടുണ്ട്. ഒരു ബൈക്കിൽ കയറി രണ്ടാമത്തെ ഹോട്ടലിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ടാക്സി വിളിച്ച് തമിഴ്നാട്ടിലേക്കോ അതല്ലെങ്കിൽ എവിടേക്കാണോ പോകുന്നത് ആ കാര്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഷൈൻ്റെ ടെലിഫോൺ കോളുകൾ, ഫോൺ വിളികൾ സംബന്ധിച്ച വിവരങ്ങൾ അത് ശേഖരിച്ചിട്ടുണ്ട്. ഷൈൻ താമസിച്ച ഈ അടുത്ത താമസിച്ച ഹോട്ടലുകളിലെ വിവരങ്ങൾ, CCTV കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആരുമായൊക്കെയാണ് ഷൈൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചതെന്നടക്കമുള്ള മുഴുവൻ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ സംശയാസ്പദമായവ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും ഷൈനോട് പോലീസ് ചോദിക്കുക. അതിന് കൃത്യമായ ഉത്തരം പറയാൻ ഷൈന് കഴിയുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അതിന് കഴിഞ്ഞില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകാൻ പോലീസ് നിർബന്ധിതരാകും. മാത്രമല്ല ആ സമയത്ത് ലഹരി ഉപയോഗിച്ചോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതൊരു പക്ഷേ ഇനി പോലീസിന് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യവും സംശയമുണ്ട്. എത്രത്തോളം ദിവസം അതിൻ്റെയൊക്കെ ഈ ലഹരിയുടെ അംശമൊക്കെ ശരീരത്തിലുണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ ശാസ്ത്രീയ വശങ്ങളാണ്. ഒരുപക്ഷേ ഈ രാസലഹരിയൊക്കെ ഉപയോഗിച്ചാൽ ദിവസങ്ങളോളം അതിൽ ഈ മുടിയിലൊക്കെ അതിൻ്റെ അംശമുണ്ടാവും എന്നൊക്കെ ഉള്ള വിവരങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ പോലീസാണ് തീരുമാനിക്കേണ്ടത്. അത്തരം പരിശോധനകളിലേക്കൊക്കെ പോകണോ എന്നുള്ള കാര്യവും പോലീസാണ് തീരുമാനിക്കുക. അതൊക്കെ ഈ ഷൈനെ ചോദ്യം ചെയ്ത് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അത്തരം നടപടികളിലേക്കൊക്കെ പോകണോ എന്ന കാര്യം പോലീസ് തീരുമാനിക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ആദ്യഘട്ടത്തിൽ ഷൈനോട് ഹാജരാകാൻ ആവശ്യപ്പെടുന്നു. ഷൈൻ ഹാജരായാൽ ഈ പറയുന്ന ചോദ്യങ്ങൾ, വിശദമായ ചോദ്യം ചെയ്യൽ നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം നിയമപരമായ വശങ്ങൾ പറയുന്നു. ഇനി സിനിമാ മേഖല ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നതുകൂടി നമുക്ക് കാണേണ്ടതല്ലേ? കാരണം ലഹരിക്കെതിരായ ഒരു വലിയ പോരാട്ടത്തിൽ സമൂഹം നിൽക്കുമ്പോൾ അതിന് മാതൃകയാകേണ്ട ചലച്ചിത്ര താരങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ നേരിടുമ്പോൾ സിനിമാ മേഖല അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതുകൂടി പ്രസക്തമല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് ഫിലിം ചേംബറിന്റെ യോഗം തിങ്കളാഴ്ചയുണ്ട്. അന്നൊരു പക്ഷേ ഷൈനെതിരായ നടപടി അവർ സ്വീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. AMMA അവരുടെ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ റിപ്പോർട്ട് ഉടനെയെങ്ങാനും കൈമാറാനുള്ള സാധ്യതയുണ്ടോ? ഈ സിനിമാ മേഖല ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നതിൽ ഈ ഒരു ജാഗ്രത കാണിക്കുന്നുണ്ടോ? മനു, അങ്ങനെ ജാഗ്രത കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. അതിനവർ വിശദീകരിക്കുന്നത് ഈ സംഭവം ഉണ്ടായ അന്ന് തന്നെ ഈ താരസംഘടന അമ്മയുടെ ഒരു അഡ്ഹോക് കമ്മിറ്റി മാത്രമേ നിലവിലുള്ളൂ. ആ അഡ്ഹോക് കമ്മിറ്റി അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയും അന്ന് തന്നെ ആ യോഗത്തിൽ വെച്ച് തന്നെ ഈ പരാതിക്കാരിയായ നടി വിൻസി അലോഷ്യസിനോട് ഈ കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിക്കുകയും ചെയ്തു. വിൻസിയോട് ഈ അഡ്ഹോക് കമ്മിറ്റി ആവശ്യപ്പെട്ടൊരു കാര്യം, രേഖാമൂലം, അതായത് ആരാണോ ആരോപണ വിധേയൻ അയാളുടെ പേര് സഹിതം പരാതി നൽകിയാൽ അന്വേഷിച്ച് കർശനമായ നടപടി സ്വീകരിക്കാം എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് രാത്രി തന്നെ വിൻസി ഈ ആളുടെ പേര് വെച്ച് തന്നെ താരസംഘടനയ്ക്ക് പരാതി നൽകുകയാണ്. ആ പരാതി ഗൗരവത്തിലെടുത്തു എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ 3 അംഗ സമിതിയെ അഡ്ഹോക് കമ്മിറ്റി ചുമതലപ്പെടുത്തുകയാണ്. വിനു മോഹനും സരയും അൻസിബയും അങ്ങനെ 3 അംഗ സമിതിയെ ചുമതലപ്പെടുത്തി. ഇതിൽ അംഗമായ വിനു മോഹൻ ഇന്നലെയൊക്കെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. വിനു മോഹൻ പറഞ്ഞത് വളരെ വേഗം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഏകപക്ഷീയമാവരുത്. ഷൈൻ്റെ വിശദീകരണം കൂടി കേൾക്കേണ്ട ബാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ഷൈനെ എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഒരു മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഷൈനെ ഫോണിലൊന്നും വിളിച്ച് കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇന്നലെ വിനു മോഹൻ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രിയോ ഇന്നോ ഒക്കെ ഒരു പക്ഷേ ഷൈനെ ബന്ധപ്പെടുമായിരിക്കാം. ഇപ്പോൾ ഷൈൻ്റെ കുടുംബവും ഒക്കെ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ ഷൈനോട് സംസാരിക്കാൻ കഴിയുമായിരിക്കാം. അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഷൈൻ്റെ വിശദീകരണവും കേട്ട് വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് അഡ്ഹോക് കമ്മിറ്റി ചുമതലപ്പെടുത്തിയ 3 അംഗ സമിതിയിലെ അംഗമായ വിനു മോഹൻ പറഞ്ഞിരിക്കുന്നത്. അത് ആ വഴിക്ക് നടക്കുന്നു. ഒപ്പം ഫിലിം ചേംബർ ഈ ഷൈനോട് ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച ഹാജരായി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണം എന്നുള്ളതാണ് അവരുടെ നിർദ്ദേശം. ആ നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് ഷൈൻ്റെ പിതാവ് പറഞ്ഞത്. അതനുസരിച്ച് തിങ്കളാഴ്ച തന്നെ ഷൈൻ ഹാജരായി വിശദീകരണം നൽകും. ഒപ്പം ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി, ആഭ്യന്തര പരാതി പരിഹാര സമിതിയും ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അവരോടും സഹകരിക്കും എന്നും കുടുംബം അറിയിച്ചിട്ടുണ്ട്. അക്കാര്യമാണ് ആദ്യം ഷൈൻ്റെ പിതാവ് പറഞ്ഞത്. അതിനുശേഷമാണ് പോലീസിൻ്റെ നോട്ടീസ് ലഭിക്കുന്നത്. ചുരുക്കത്തിൽ ഈ വിവിധ സിനിമാ സംഘടനകളും പോലീസിൻ്റെയും ഒക്കെ നോട്ടീസ് ഷൈൻ്റെ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ നോട്ടീസ് അനുസരിച്ച് തന്നെ അവർ പറയുന്ന പ്രകാരം
ഹാജരാകും, ഷൈൻ ഹാജരായി വിശദീകരണം നൽകും എന്നൊക്കെയാണ് ഷൈൻ്റെ കുടുംബവും വ്യക്തമാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഉമേഷ്. നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്, എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. എന്തിനാണ് ഇയാൾ ഓടിയത്, എന്തിനാണ് ഒളിച്ചു താമസിച്ചത് എന്നൊക്കെ അറിയാനുള്ള വലിയ ആകാംക്ഷകൾ നമുക്കുണ്ട്. എങ്ങനെയാണ് റെയ്ഡ് വിവരം ചോർന്നത് എന്നതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരും സമയങ്ങളിൽ അതൊക്കെ പരിശോധിക്കണം. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.